പ്രിയപ്പെട്ട പ്രേക്ഷകരെ, റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കോഴിക്കോട് ഫറൂഖ് നഗരസഭയിൽ വോട്ടർമാർ അറിയാതെ 300ഓളം വോട്ടുകൾ കൂട്ടത്തോടെ മാറ്റാൻ നീക്കമെന്ന് പരാതി. 24-ാം ഡിവിഷനിലെ വോട്ടുകൾ 22-ാം ഡിവിഷനിലേക്ക് മാറ്റാനാണ് അപേക്ഷ ലഭിച്ചത്. വോട്ടുമാറ്റ നീക്കം നഗരസഭാ സെക്രട്ടറി സ്ഥിരീകരിച്ചു. വോട്ടുമാറ്റാൻ അപേക്ഷ നൽകിയത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് അന്വേഷണം വേണമെന്ന നിലപാടിലാണ് സെക്രട്ടറി. അന്വേഷണം ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പോലീസിലും തെരഞ്ഞെടുപ്പ് കമ്മീഷനിലും പരാതി നൽകിയിട്ടുണ്ട്. കേൾക്കാം പ്രതികരണം. 24-ാം ഡിവിഷനിലാണ് 250-നും 300-നും ഇടയിൽ ഇതുപോലെ വോട്ടേഴ്സ് അറിയാതെ ബൾക്കായിട്ട് വോട്ടുകൾ തൽപര കക്ഷികൾ മാറ്റിയത്. 24-ാം ഡിവിഷനിലെ വോട്ടുകൾ 22-ാം ഡിവിഷനിലേക്കാണ് മാറ്റിയത്. കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശങ്ങളിലെ ലംഘനമാണ് നടന്നത്. ബൾക്കായിട്ട് ഒരു കാരണവശാലും ഫോം നമ്പർ 7-ൽ ട്രാൻസ്പൊസിഷൻ എന്നുള്ള രീതിയിലേക്ക് വോട്ട് മാറ്റാൻ പാടില്ല, നിയമമാണ്. അങ്ങനെ അപേക്ഷകൻ അറിയാതെ ഈ രീതിയിൽ ബൾക്കായിട്ട് വോട്ടുകൾ മാറ്റുകയും അത് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തപ്പോൾ അത് നോട്ടീസ് ബോർഡിൽ കണ്ടപ്പോഴാണ്, അങ്ങനെ റിപ്പോർട്ട് കൊടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ആയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇലക്ഷൻ കമ്മീഷനും അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് ഫറൂഖിലും നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. വാർഡുകൾ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, ഡിവിഷനുകൾ പിടിച്ചെടുക്കുക എന്നുള്ള തന്ത്രത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്ന. നിങ്ങളുടെ വോട്ട് ഏത് വാർഡിലാണ്, നിലവിലെ ഏത് വാർഡിലേക്ക് മാറ്റാനാണ് നിങ്ങളുടെ അറിവിലേക്ക് നോട്ടീസ് ബോർഡിൽ കണ്ടത്? അല്ല, 24 വേണ്ടിയത്, അത് 22ലേക്കാണ് പോയത്. ഇപ്പോൾ നിങ്ങളുടെ വോട്ട് മാറ്റാനുള്ള അപേക്ഷ കൊടുത്തെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? ഞാൻ ഇവിടെ വന്നപ്പോൾ മുനിസിപ്പാലിറ്റി വന്നപ്പോൾ നോട്ടീസ് ബോർഡിൽ കണ്ടു. നിങ്ങളുടെ അറിവിൽ കുറേ ആളുകളുണ്ട് അങ്ങനെ? 250-300 അടുത്തുണ്ട്. എല്ലാവരും പരാതി കൊടുത്തിട്ടുണ്ടോ? കൊടുത്തിട്ടുണ്ട്. സിനോജുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സിനോജ്, കൂട്ടത്തോടെ വോട്ട് മാറ്റാനാണ് ചിലർ നീക്കം നടത്തിയത്. പല ഘട്ടങ്ങളിലും നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടപ്പോഴുമൊക്കെ ഇത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ചിലയിടങ്ങളിലുള്ള വോട്ടുകൾ പൂർണ്ണമായിട്ടും രാഷ്ട്രീയ താല്പര്യത്തോടെ ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാണ് സെക്രട്ടറി പറയുന്നത്. ഈ വോട്ടർമാർ അറിഞ്ഞിട്ടില്ലേ അവരുടെ വോട്ട് മാറ്റാൻ നടത്തിയ ഈ നീക്കം? അരുൺകുമാർ, ഗുഡ് മോർണിംഗ്. അതായത് വോട്ടർമാർ അറിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ വോട്ട് മാറ്റിയ ആളാണ്. സ്വാഭാവികമായിട്ട് വോട്ട് മാറ്റുന്നത് ഫോം 7 വഴിയാണ്. വോട്ട് മാറ്റാൻ അപേക്ഷ നൽകി കഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരും. ഹിയറിംഗിന് വേണ്ടിയുള്ള മെസ്സേജും ഡേറ്റും വരുന്നതാണ്. പക്ഷേ ഈ വോട്ടർമാർക്ക് ആർക്കും അങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടില്ല. അതൊരു സാങ്കേതിക പിഴവ് കൂടിയാണ്. അതായത് ഇത്തരത്തിൽ അപേക്ഷ കൂട്ടത്തോടെ ലഭിച്ചുവെന്ന് നഗരസഭാ സെക്രട്ടറി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആരാണ് ഈ വോട്ടർമാർ അറിയാതെ ഓൺലൈൻ വഴി ഇവരുടെ വോട്ടുകൾ 24-ാം ഡിവിഷനിൽ നിന്ന് 22ലേക്ക് മാറ്റാൻ കൊടുത്തതെന്ന് കണ്ടെത്തണമെങ്കിൽ പോലീസ് തന്നെ അന്വേഷിക്കണം, സൈബർ സെൽ അന്വേഷിക്കണമെന്നാണ് സെക്രട്ടറി പറയുന്നത്. ഏതായാലും പോലീസ് പ്രാഥമിക വിവരങ്ങൾ സെക്രട്ടറിയിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. ഈ കരട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ സംസ്ഥാനത്തിന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഒരു വിചിത്രമായ പരാതി വരുന്നത് ആദ്യമായിട്ടാണ്. കാരണം വോട്ടർ അറിയാതെ അയാളുടെ വോട്ട് മറ്റൊരു വാർഡിലേക്ക് മാറ്റാൻ വേണ്ടി അപേക്ഷ ഈ ഓൺലൈൻ കാലത്ത് പോലും അദ്ദേഹം അറിയാതെ, അദ്ദേഹത്തിന്റെ മൊബൈൽ നമ്പർ ഉപയോഗിക്കാതെ എങ്ങനെ ഇത് സാധ്യമായി എന്നൊരു ചോദ്യചിഹ്നം അവിടെ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഫറൂഖ് നഗരസഭയിൽ തന്നെ മിക്ക വാർഡുകളിലും ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുണ്ടായിരുന്നു. ഉദാഹരണത്തിന് 28-ാം നമ്പർ ഡിവിഷനിലെ വോട്ടർമാരൊക്കെ തന്നെ 27-ൽ ഉൾപ്പെടുന്നു, 27 ആളുകൾ 28-ൽ ഉൾപ്പെടുന്നു. അങ്ങനെ സർവകക്ഷി യോഗം വിളിച്ച് അതാത് വാർഡിലെ ആളുകളെ അതാത് വാർഡിൽ തന്നെ ആക്കാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു. ആ തീരുമാനത്തിന്റെ പുറത്തായിരിക്കണം ഇത്തരത്തിൽ 24-ാം വാർഡിൽപ്പെട്ട 250-ന് മുകളിൽ വരുന്ന വോട്ടർമാരെ 22-ാം വാർഡിലേക്ക് മാറ്റിയതെന്നാണ് ആരോപണം വന്നിരിക്കുന്നത്. ഏതായാലും വോട്ടർ അറിയാതെ എങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സിസ്റ്റത്തെ അട്ടിമറിച്ചുകൊണ്ട് പുറമേ നിന്നൊരാൾ ഏതെങ്കിലും രാഷ്ട്രീയ താല്പര്യം വെച്ച് ഇത്തരത്തിൽ കൂട്ടത്തോടെ വോട്ട് മാറ്റാൻ എങ്ങനെ അപേക്ഷ നൽകിയെന്നൊരു ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ഉത്തരം നൽകേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടിയാണ്. അതോടൊപ്പം തന്നെ ഇത് എങ്ങനെ ചെയ്തുവെന്ന് കണ്ടെത്തണമെങ്കിൽ പോലീസിന്റെ അന്വേഷണം അനിവാര്യമാണ്. ഏതായാലും സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഫീൽഡ് വെരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് ഈ പരാതികൾ പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ഫറൂഖ് നഗരസഭാ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നത്. വോട്ട് മാറ്റുന്നതിന് മുൻപേ തന്നെ ഇത്തരം നീക്കങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു എന്നത് ആശ്വാസകരമായ കാര്യം. പക്ഷേ എന്നാലും ആരായിരിക്കും ആ വോട്ട് മാറ്റാൻ ശ്രമിച്ചത്? തീർച്ചയായിട്ടും എതിരാളികളായിരിക്കും, അതിനകത്ത് ആർക്കാ സംശയം. അപ്പോൾ എന്തായാലും അന്വേഷണം നടക്കട്ടെ. അതിനുശേഷം അങ്ങനെ എന്തെങ്കിലും നീക്കങ്ങൾ നടന്നു. എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങളുടെ വോട്ടൊക്കെ നിങ്ങളുടെ പഞ്ചായത്തിൽ നിങ്ങളുടെ വാർഡിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ വീട്ടിൽ മറ്റാരുടെയെങ്കിലും പേരിൽ വോട്ടില്ല എന്നുള്ളതും ഒന്ന് ഉറപ്പുവരുത്തണം. അതൊക്കെ നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുക എന്നുള്ളതാണ്. പൊങ്ങുന്നത്തൊരു വീട്ടമ്മ അറിയാതെ 9 പേരാണ് അവരുടെ വീട്ടിൽ താമസിച്ചു എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യാനായിട്ട് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചത്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ചിലപ്പോൾ കാണും കുറേ പേര്, ആരുടെയെങ്കിലും ഒക്കെ പേരെഴുതി വെച്ചിട്ടുണ്ടാവും. അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നീട് കേസും ഒക്കെ ആവുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടായി തീരും.